എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ പെരുകുകയാണ്. രസമുള്ള കമൻറ്റുകളല്ല, കൊഞ്ഞനം കുത്തുന്ന കമൻറ്റുകൾ. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്ന കാലത്തും പണ്ട് ഇത്തരം കമൻറ്റുകൾ യഥേഷ്ടം കേട്ടിട്ടുണ്ട്. അന്ന് ഗ്ലാസ് നോസ്റ്റും പേസ്ട്രോയ്ക്കയെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളെക്കുറിച്ചും IMFും ലോകബാങ്കും നമ്മുടെ നാടിന് ആപത്ത് എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെ ജനങ്ങൾ അവിടെ ഇവിടെയും നിന്ന് ചാളയും കപ്പയും വളരെ വില കുറച്ച് കിട്ടും, വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി വച്ച് കഴിക്കാൻ പറയുമായിരുന്നു. അന്നൊക്കെ അത് രസകരമായി കേട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് കാലം മാറി. ഇപ്പോൾ ഇത് ആഗോള വ്യാപാര ചുങ്കം വഴി ഇന്ത്യ അമേരിക്കയുടെ കക്ഷത്തിലായപ്പോൾ നമ്മൾ ഈ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴും കമൻറ്റുകൾ വരികയാണ്, കൊഞ്ഞനം കുത്തുന്ന കമൻറ്റുകൾ. കർഷകരാണെങ്കിൽ വടക്കേ ഇന്ത്യ മുതൽ നടു റോഡിലൂടെ ജാഥയും നടന്ന് റോഡിൽ കിടപ്പ് തന്നെയാണ്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാകില്ല. ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇവരുടെ അടുപ്പ് പുകയാതിരിക്കുമ്പോൾ മാത്രമാണ് ഇവരുടെ ഈ കമൻറ്റുകൾ നിൽക്കുകയുള്ളൂ. അതിനാൽ കമൻറ്റുകൾ നിങ്ങൾ യഥേഷ്ടം ഇടുക, പക്ഷേ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്.